إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുറന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് രണ്ട് പർവ്വതങ്ങളെ, രണ്ട് മലകളെ ശആഇറുകളുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ശആഇർ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ അറിയപ്പെട്ട ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായി നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ. അതിലൊന്ന് ജബലുൻ നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ്. ജബലുൻ നൂർ. ആ പർവ്വതത്തിലാണ് ഗാർ ഹിറാ ഗുഹയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് സ്വന്തം നാടായ മക്കത്തുള്ള ആളുകളുടെ അന്ധവിശ്വാസങ്ങളും കുരുത്തക്കേടുകളും തെമ്മാടിത്തരങ്ങളും കണ്ട് മനസ്സ് മടുത്ത് ഒറ്റയ്ക്കിരിക്കാൻ തെരഞ്ഞെടുത്ത പർവ്വതമാണ് ജബൽ നൂറിലുള്ള ഈ ഗാർ ഹിറ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തുടക്കം ആ ഗുഹയിലാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയുമായി വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഓതി കൊടുക്കുന്നത് ആ ഗുഹയിൽ വെച്ചാണ്. മറ്റൊരു പർവ്വതം ജബലുർ റഹ്മയാണ്. അത് നിലനിൽക്കുന്നത് അറഫാത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഈ പർവ്വതത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് വിശ്വപ്രസിദ്ധമായ അറഫാത്തിലെ ഖുതുബ നിർവഹിച്ചത്. പക്ഷെ ഇസ്ലാമിൽ ആ പർവ്വതത്തിന് പ്രാധാന്യമുണ്ടാവാനുള്ള കാരണം അന്നതിന്റെ താഴ്വാരത്ത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഖസ്വ എന്ന പേരുള്ള ഒട്ടകപ്പുറത്ത് ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ആയത്ത് അവതരിപ്പിക്കുന്നത്.
ഹിറാ ഗുഹയിൽ ജബലുൻ നൂറിൽ ആരംഭിച്ച് ജബലുർ റഹ്മയിൽ അവസാനിക്കുന്നു ദീനുൽ ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ജബലുൻ നൂറിലുള്ള ഹിറാ ഗുഹയിൽ താമസിക്കാൻ തീരുമാനിക്കുന്ന സമയം ഒറ്റക്കാണ്. അന്ന് കൂടെ ആരുമില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ കേട്ട് വന്ന് പേടിച്ച് പണിപിടിച്ച് ഉറങ്ങി. അത് കഴിഞ്ഞ് ഖദീജാന്റെ വീട്ടിലേക്ക് ജിബ്രീൽ രണ്ടാമതും വന്ന് യാ അയ്യുഹൽ മുദ്ദസ്സിർ അവതരിപ്പിച്ച് റസൂലാക്കി വഅൻദിർ അശീറതകൽ അഖദീൻ എന്ന കൽബലയും നൽകി. നിന്റെ കുടുംബക്കാരോട് നീ താക്കീത് ചെയ്യുക. റസൂലായി പുറത്തു വന്ന സമയം ഒറ്റയ്ക്കുള്ളൂ, ആരും കൂടെ ഇല്ല. അന്ന് ആക്ഷേപങ്ങളാണ്, ഉപദ്രവങ്ങളാണ്, തെറിവാക്കുകളാണ്. കള്ളൻ എന്ന് വിളിച്ചു, ഭ്രാന്തൻ എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു. ആളുകൾ ഒറ്റപ്പെടുത്തി, ബന്ധങ്ങൾ വിച്ഛേദിച്ചു, മാനസികമായി തളർത്തി, ശാരീരികമായി തളർത്തി. ആ കാര്യത്തിന്റെ പേരിൽ പ്രവാചകന്റെ കുടുംബത്തിനും അതെല്ലാം അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് പ്രയാസം തുടക്കത്തിൽ. പക്ഷെ അവസാനം ജബലുർ റഹ്മയിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് അവതരിക്കുന്ന സമയം ഒറ്റക്കല്ല. ചുറ്റുഭാഗത്തും 1.25 ലക്ഷത്തോളം അനുയായികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അല്ലെങ്കിൽ കിരീടം വെക്കാത്ത രാജാവായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു, അല്ലാഹു കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ഹിജറ 9-ാം വർഷം നിർബന്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള വിളംബരം ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾക്ക് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീറായി ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. ആ വർഷം റസൂലുള്ളാഹി പോയിട്ടില്ല. എന്തുകൊണ്ട് പോയിട്ടില്ല? അല്ലാഹു അലം. അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു. കാരണം അടുത്ത വർഷത്തെ ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിൽ തീരുമാനിക്കപ്പെട്ട നിശ്ചിത സമയത്തിലെ അവസാനത്തെ ഹജ്ജ്. അത് നിർവഹിക്കാനായിരുന്നു അല്ലാഹുവിന്റെ തീരുമാനം. വിളംബരമുണ്ടായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുന്നുണ്ടെന്ന് കേട്ടപ്പം ആളുകൾ മുഴുവനും അതിന് തയ്യാറായി. വാർത്തകൾ കേട്ട അറബി ഗോത്രങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിൽ നിന്ന് പുറപ്പെടുമ്പം ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ റസൂലുള്ളാഹിന്റെ വലതുഭാഗത്തേക്ക് നോക്കി, കണ്ണെത്താ ദൂരത്തോളം ആളുകളുണ്ട്. പിന്നടത്തേക്ക് നോക്കി, അതേപോലെ ആളുകൾ. മുന്നിലും പിന്നിലും അതുപോലെ ആളുകൾ. മദീനയിലേക്ക് ഒറ്റയ്ക്ക് രാത്രിയിൽ ഒളിച്ചോടി വന്ന ആളാണ്. അന്ന് കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും വഴികാട്ടിയായിട്ടുള്ള ഒരു റഹ്ബറും മാത്രമേ ഉള്ളൂ മദീനയിലേക്ക് വരുമ്പോ. ഇന്ന് 10-ാം വർഷം മദീനയിൽ നിന്ന് മക്കയിലേക്ക്, സ്വന്തം നാട്ടിലേക്ക്, എവിടെന്നാണോ ആട്ടിയോടിക്കപ്പെട്ടത് ആ നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കാൻ കൂടെ പോകുന്നത് 1.25 ലക്ഷത്തോളം വരുന്ന അപ്രവാചകന് വേണ്ടി ജീവനും ശരീരവും സ്വത്തും നൽകാൻ മനസ്സുകൊണ്ട് തയ്യാറായ ഏറ്റവും നല്ല ആളുകളുടെ മധ്യത്തിന് രാജാവിനെ പോലെ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന ജീവിതത്തെ പുഷ്ടിപ്പെടുത്തിയത്. എന്ത് സങ്കടം കൊണ്ടാണോ വന്നത്, ആ സങ്കടം നിശേഷം മായിച്ച് പകരം സന്തോഷവാനായി മക്കത്തേക്ക് തിരിച്ചയച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിലെത്തി കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് നടക്കുമ്പം ആ നടന്ന മണ്ണുകൾക്ക് 10 കൊല്ലത്തിന് മുമ്പുണ്ടായ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അടിയുടെ, ഇടിയുടെ, തെറിവാക്കുകളുടെ. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിസ്കരിക്കുമ്പോഴാണ് ഖുറൈശികളിൽപ്പെട്ട ഒരു ഹതഭാഗ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ ഏതോ ഗോത്രത്തിന്റെ അറബിശാലയിൽ നിന്നും അറുത്ത ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കുടൽമാലകൾ കൊണ്ടുവന്നിട്ട് പ്രയാസപ്പെടുത്തിയത്. അതെന്നാ കഴുത്തിൽ നിന്ന് മാറ്റിക്കൊടുത്തത് അന്ന് 7 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമത്തു സഹറ എന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ പൊന്നുമോള.
അന്ന് ഫാത്തിമ ചോദിച്ചിട്ടുണ്ട്, ബാപ്പ എന്തിനാ നിങ്ങളുടെ നാട്ടുകാര് നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഫാത്തിമക്കൊന്നും അറിയാനുള്ള പ്രായമായില്ല. ഫാത്തിമ അന്ന് ചെറിയ മോള്. എന്തിനാ ഈ നാട്ടുകാർ ഉപ്പാനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇതൊന്നും ചിന്തിച്ചെടുക്കാനുള്ള പ്രായമായിട്ടില്ല. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈനീട്ടിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഷൈബയെ നീ കൈകാര്യം ചെയ്യണം, ഉതുബയെ നീ കൈകാര്യം ചെയ്യണം, അബുൽ ഹക്കമിനെ നീ കൈകാര്യം ചെയ്യണം. അത്രത്തോളം പ്രയാസം അല്ലാഹുവിന്റെ റസൂലിന് മാനസികമായും ശാരീരികമായും ഉണ്ടായി. ഇന്ന് രാജാവായി നടന്നു വരുന്ന ഈ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ചാണ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന ഹതഭാഗ്യൻ, കള്ളൻ, ശപിക്കപ്പെട്ടവൻ, ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുബാറക്കായ ശരീരത്തിലേക്ക് അന്ന് കാർക്കിച്ചു തുപ്പിയത്. അന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് നൊന്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, ഉഖബ, മക്കയ്ക്ക് വെളിയിലെങ്ങാനും എപ്പോഴെങ്കിലും നീ എന്റെ മുന്നിൽ പെട്ടാൽ അന്ന് ഞാൻ നിന്നെ വധിക്കുക തന്നെ ചെയ്യും. അത്രത്തോളം വേദനയും വെറുപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായി. ഇന്നീ 10 കൊല്ലങ്ങൾക്കിപ്പുറം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുന്ന സമയം ഈ കഅബന്റെ മുറ്റത്താണ് ആ കറുത്ത മനുഷ്യനെ കിടത്തി ബിലാലിനെ നെഞ്ചത്ത് പാറക്കല്ലും വെച്ച് ഉമയ്യത്തും പടയാളികളും വിഷമിപ്പിച്ചതും വേദനിപ്പിച്ചതും. ആ ബിലാല് ഇന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വലതുഭാഗത്ത് റസൂലുള്ളാഹിന്റെ പട്ടാളക്കാരനായി, റസൂലുള്ളാഹി തങ്ങളുടെ മുഅദ്ദിനായി, റസൂലുള്ളാഹിയുടെ ഖാദിമായി ഇന്ന് മക്കത്തെത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന അന്ന് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച സഹാബാക്കളുണ്ട്. അതെ, വിജയിച്ചുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തി. പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്ത് ചുറ്റുഭാഗത്തുള്ള ബിംബങ്ങളെയെല്ലാം തച്ചുടച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മറക്കാതെ നിർവഹിച്ചൊരു കാര്യമുണ്ട്. അത് മുവഹിദുകൾക്കൊരു പാഠമാണ്. തൗഹീദിനു വേണ്ടി, ആദർശത്തിനു വേണ്ടി വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ കുടുംബത്തിലോ എന്തെങ്കിലും പ്രയാസങ്ങള്, ദുരിതങ്ങള് നേരിടേണ്ടി വരുന്നുവെങ്കിൽ അതൊക്കെ നല്ല ഇസ്സത്തോടെ, അഭിമാനത്തോടെ നെഞ്ചും പിരിച്ചേറ്റുവാങ്ങുക. ഒരട്ടിമണി തൂക്കം പിറകോട്ട് പോവരുത്. ഒരാക്ഷേപവാക്കും, ഒരു കളിയാക്കലും, ഒരധിക്ഷേപവും, ആര് മുഖം തിരിച്ചാലും, ആര് മിണ്ടാണ്ടായാലും, ആരൊരു വാഴുപ്പതികൾ നമ്മുടെ മുന്നിൽ വാതിലങ്ങ് അടച്ചു കളഞ്ഞാലും ലേശം പിറകോട്ട് പോവരുത്. കാരണം ഉടമസ്ഥനായ അല്ലാഹുവിന്റെ സഹായം വരാനിരിക്കുന്നേയുള്ളൂ. അവൻ ഏറ്റെടുത്തതിന്റെ സൗഭാഗ്യങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ. അതിന്റെ സുഖം ദുനിയാവിൽ അനുഭവിക്കാനിരിക്കുന്നേയുള്ളൂ. അന്ന് മക്കത്ത് 10 കൊല്ലത്തിന് ശേഷം ബിലാൽ ഇബ്നു റബാഹ് അനുഭവിച്ച പോലെ കഅബാലയത്തിന്റെ മുറ്റത്തുള്ള ബിംബങ്ങളെല്ലാം തച്ചുടച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തി, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്ന് പരിശുദ്ധ കഅബാലയത്തിന്റെ ഉള്ളിൽ എന്നോടൊപ്പം നിസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ബിലാൽ ഇബ്നു റബാഹിനെ മാത്രമാണ്. വേറെ ആരും എന്റെ കൂടെ മക്കന്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട്, ഉസ്മാൻ ഉണ്ട്, പുതിയാപ്പള അലിയുണ്ട്, പൈസ കൊടുക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ട്, മക്കത്തെ മറ്റ് അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഖുറൈശികളുടെ നേതൃത്വം അലങ്കരിച്ച അങ്ങനെ പലരുണ്ട്, സുഹൈൽ ഇബ്നു അംർ ഉണ്ട്, അങ്ങനെ പലരും. സെലക്ട് ചെയ്യപ്പെട്ടത് ആ കറുത്ത കുറുന്ന വിരൂപിയായ ആഫ്രിക്കക്കാരൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കിയത് ശരീരമല്ല, നിറമല്ല, തറവാടല്ല, കുടുംബ മഹിമയല്ല. അതാണ് ഇന്ന് പരിഗണിക്കപ്പെടുക. ഇന്ന് ആദർശവാദികൾ എന്ന് പറയപ്പെടുന്നവർക്കിടയിലും പരിഗണിക്കപ്പെടുന്നത് കുടുംബം, തറവാട്, സൗന്ദര്യം, നിറം. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, സലഫികൾ, മുവഹിദുകൾ, കല്യാണപ്രായമെത്തി നിൽക്കുക, തൗഹീദുള്ള പെമ്പിള്ളരെ കിട്ടുന്നില്ല.
തൗഹീദുള്ള ഉപ്പമാര് അവരുടെ പെൺമക്കളെ അവർക്ക് കൊടുക്കുന്നുമില്ല. എന്താ അവർക്കുള്ള പ്രശ്നം? സൗന്ദര്യമില്ല, അവർക്ക് വെളുത്ത നിറവില്ല, അവരെ കൈമന് പൈസയില്ല, അവർക്ക് വലിയ വലിയ വാഹനങ്ങളും വലിയ വലിയ ബിൽഡിങ്ങുകളും കമ്പനികളും തോട്ടങ്ങളും ഇല്ല. അവര് സാധാ സീത മാസം 10,000 15,000 ശമ്പളം വാങ്ങുന്ന സാധാ സീത ചെറുപ്പക്കാര്. ദുനിയാവിൽ നമ്മളാകുന്ന തൗഹീദിന്റെ വക്താക്കള് ഇത്രയും മതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ കാര്യം പറയാനുണ്ടോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കുടുംബക്കാരനെയും പരിഗണിച്ചില്ല, ഒരു തറവാടിനെയും വിളിച്ചില്ല. ഖുറൈശ് തറവാട്ടിന്റെ കാരണവന്മാരുണ്ട് അവിടെ, ഒരാളെയും വിളിച്ചില്ല. ബിലാൽ കാബന്റെ ഉള്ളിലേക്ക് ആ രണ്ടാളും കയറി. മുഹമ്മദ് മുസ്തഫാന്റെ കൂടെ കറുകറുത്ത ബിലാല് കയറിയത് തൗഹീദിനോട് ബിലാല് കാണിച്ച കൂറിന്റെ കൂലിയായിട്ടാണ്. നിസ്കരിച്ചു, പുറത്തേക്ക് വന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ പിന്നെയും പൊക്കി. ബിലാലിന് പിന്നെയും വന്ന് ഇസ്സത്ത്. ബിലാലെ കാബന്റെ മുകളിലേക്ക് കയറ്. ഖുറൈശികള് കാബന്റെ ചുറ്റുള്ള വീടുകളുടെ വാതിൽപ്പടിയിലൂടെ ജനൽഭിത്തിയിലൂടെ നോക്കുകയാണ് എന്താ ഇവിടെ സംഭവിക്കുന്നത്. അന്ന് വെറുമൊരു അടിമയായി ചാട്ടവാറിന്റെ പിടിയിൽ ഒതുക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ബിലാൽ എന്ന അടിമച്ചക്കൻ ഇന്ന് കഅബാലയത്തിന്റെ മുകളിലാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ബിലാലെ നിന്റെ ശബ്ദം കൊണ്ട് അന്ന് മക്കയുടെ മല്ല് കേട്ട വാക്കുണ്ടല്ലോ, അല്ലാഹു അക്ബർ. പറ ബിലാലെ. ബിലാൽ അത്യുച്ചത്തില് മക്ക വിറക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹാബാക്കൾ കണ്ണും നിറച്ചു നോക്കി നിന്നു. അതെ, അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തൗഹീദിന് വേണ്ടി ജീവൻ പണയം വെച്ച് സർവ്വതും നശിപ്പിച്ച ബിലാലിന് അള്ളാഹു കൊടുത്ത ഇസ്സത്ത്, ആ ഇസ്സത്തിന്റെ മധുരം നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഇപ്പോഴും അഡ്ജസ്റ്റ്മെന്റിലായി പോകുന്നു. നമ്മുടെ തൗഹീദിന്റെ കാര്യത്തിൽ ചെറിയൊരു കോംപ്രമൈസിലായി പോകുന്നു. ഇല്ല, ദുരിതങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. 10 കൊല്ലത്തിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആ അനുയായികൾക്കും തിരിച്ചു കൊടുത്തു. നല്ല ഇസ്സത്തോടെ തിരിച്ചു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ തവാഫും ചെയ്ത് ആ സമയത്ത് ഒരാൾ കടന്നു വന്നു. അന്നൊരാൾ വന്നു. സാന്ദർഭികമായി ഓർത്തപ്പം പറയുകയാണ്, ഒരു വയസ്സായ സ്ത്രീ. റസൂലുള്ളാഹിക്ക് അത് ആരാന്ന് മനസ്സിലായില്ല. ദൂരത്തിൽ നിന്ന് ആ സ്ത്രീ അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുന്നുണ്ട്, രാജാവിനെ, മദീനത്തേക്ക് തിരിച്ചു വന്ന രാജാവിനെ. റസൂലുള്ളാഹി ചോദിച്ചു, ആരാണത്? അപ്പൊ ആരോ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഹലീമയാണ്, ഹലീമത്തു സഅദിയ. അല്ലാഹുവിന്റെ റസൂലിനെ മുല കൊടുത്ത് വളർത്തിയ ഉമ്മ, സ്വന്തം പ്രസവിച്ച ഉമ്മല്ല. മുഹമ്മദ് മുസ്തഫ പിരിപ്പിന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്നടുത്തേക്ക് ഹലീമയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കൈപിടിച്ചു കൊണ്ടുവന്ന് വിരിപ്പിനിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ഉമ്മയാണ്. പ്രസവിച്ച ഉമ്മാനെ പറ്റിയല്ല പറയുന്നത്. പക്ഷെ ഇന്ന് പ്രസവിച്ച ഉമ്മമാൻ അനുഭവിക്കുന്ന വേദനയും കണ്ണുനീരും ചില്ലറയല്ല. ഈ മക്കൾ ഇനി എപ്പോഴാ ഉമ്മാനെ പഠിക്കുക? ഈ ഉമ്മത്തിൽ ഇനി എപ്പോഴാ ഉമ്മാനെ മനസ്സിലാവുക? ഉമ്മ എന്ന സ്വർഗത്തിന്റെ വില എപ്പോഴാ തിരിയുക? ഉമ്മ മരിച്ചു പോയിട്ടോ? പ്രിയപ്പെട്ട മക്കളെ, ചെറുപ്പക്കാരെ, അനിയന്മാരെ, ഉമ്മ മരിച്ചു പോയിട്ടോ? ഉമ്മ എന്ന സ്വത്തെങ്ങാനും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മഹാസൗഭാഗ്യമാണ് നഷ്ടപ്പെട്ടത് എന്നോർത്തോളെ. മക്ക വിജയത്തിന്റെ അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുമ്മയെ ചുംബിച്ച് സ്നേഹിച്ച് നമുക്ക് ആ പാഠം മനസ്സിലാക്കി തന്നു. തവാഫും ചെയ്ത് സംസമും കുടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിനായിൽ നിന്ന് പിറ്റേ ദുൽഹിജ്ജ 9 അന്ന് അറഫാത്തിലേക്ക് നടന്നു. ഇന്നലെ സൗദിയയിൽ അറഫ കഴിഞ്ഞു. 10-20 ലക്ഷം ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അറഫാത്തിന് ജബലുർ റഹ്മന്റെ അടുത്ത് ഖസ്വ എന്ന ഒട്ടകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. തന്റെ ഖാദിം ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ന് കണ്ണിന് കണ്ടുകൂടാത്ത ആളുകൾ, അന്ന് മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചെവിമുത്തിയ ആളുകൾ
അന്ന് കാണരുത്, കേൾക്കരുത്, അടുക്കരുത് എന്ന് പറഞ്ഞ് ആളുകൾ അകറ്റിയ ആളുകൾ അറഫാത്തിൽ എന്താ അവസ്ഥ എന്നറിയോ? അള്ളാന്റെ റസൂലിനെ തൊട്ടിരുമ്മി റസൂലുള്ളാന്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി മത്സരിക്കുന്നവർ, റസൂലുള്ളാന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാത്തവർ, ചെവി കൂർപ്പിച്ച് എന്താണ് ആ റസൂല് പറയുന്നെന്ന് കേൾക്കാൻ ശ്രമിക്കുന്നവർ, അവസ്ഥകളെ ഉടമസ്ഥനാകെ മാറ്റി മറിച്ചു. ആരെന്ന് വെറുത്തുവോ ഇന്നവർ റസൂലുള്ളാനെ ഒട്ടാനായി മത്സരിക്കുന്ന കാഴ്ച അറഫാത്തിൽ. അറഫയുടെ മുന്നിൽ, ജബലുർ റഹ്മന്റെ മുന്നിൽ ഖസ്വാഇന്റെ മുകളിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസിദ്ധമായ അറഫാത്തിന്റെ പ്രസംഗം നിർവഹിച്ചു. ഖുതുബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗം. അള്ളാഹുവിന്റെ റസൂലിന് അറിയില്ല ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചുപോയി 3 മാസം കഴിഞ്ഞാൽ വഫാത്താവൂന്ന്. ഒരാളെയും അള്ളാഹു അറിയിച്ചിട്ടില്ല. ഇനി മരിക്കുന്ന വർഷവും മാസവും ആഴ്ചയും ദിവസവും ഇന്ന് ആൾക്കറിയാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശുദ്ധ കള്ളനാണ്, അവനെ സൂക്ഷിച്ചോളണം. ഒരാളെയും അള്ളാഹു അറിയിച്ചില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കാരണം കുറച്ച് മുമ്പ് ആയത്ത് വന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായം വന്നാൽ, അതേ സഹായം വന്നു, കഅബാലയം കൈമലായി. അതേപോലെ തന്നെ വിജയം വരിച്ചാൽ വിജയിയായി. ഇന്ന് രാജാവാണ് അറബികൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ആളുകൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്ന കാഴ്ചയും അങ്ങ് കണ്ടാൽ. ഹിജ്റയുടെ 10ാം വർഷം ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ കാണുന്ന കാഴ്ച ഈ ആയത്ത് യാഥാർത്ഥ്യമാകുന്നതാണ്. വഴികളിൽ നിന്നെല്ലാം അറബി ഗോത്രങ്ങള് ദൂരദേശങ്ങളിൽ നിന്ന് കൂട്ടം കൂട്ടമായി വന്ന് ഇവരോടൊപ്പം ചേരുന്നത് നബിയും കാണുന്നുണ്ട്, സഹാബാക്കളും കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നബിയെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, അല്ലാഹുവിനെ സ്തുതിക്കുക, സമയം അടുത്തിരിക്കുന്നു, സൂചനയാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലെ പ്രസംഗം ഇങ്ങനെ തുടങ്ങി, അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും, ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്ന കാര്യം നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഒരുപക്ഷേ ഇനി ഒരിക്കലും എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചു എന്ന് വരൂല. ലഅല്ലി ലാ അൽഖാകും, ഇനി ചിലപ്പോ ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണൂല ഈ നാട്ടിലിവിടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. അനുയായികൾ ചോദിച്ചു, ഇദ്ദേഹം കരയുന്നെന്തിനാ? ഇത്ര സന്തോഷമുള്ള ഒരു സമയം, കഅബാലയം തിരിച്ചു കിട്ടി, ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നു. അല്ലാഹുവിന്റെ റസൂൽ രാജാവിനെ പോലെ 1,00,000 വരുന്ന പട്ടാളക്കാർക്ക് നടുവിൽ നിന്ന് പ്രസംഗിക്കുന്ന നേരം ഈ അബൂബക്കർ എന്തിനാ കരയുന്നത്? അബൂബക്കർ റസൂലുള്ളാഹി തങ്ങൾ അറിഞ്ഞ മനുഷ്യനാണ്. ഈ റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടപ്പം സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, എല്ലാ പൂർണ്ണതക്കും പിറകിൽ ഒരു നുഖ്സാനുണ്ട്. ദീൻ പൂർത്തിയായി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും അവതരിച്ചു, ദീൻ പൂർത്തിയായി. ഒരുപക്ഷെ അടുത്ത വർഷം ഞാൻ ഉണ്ടാവൂല എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ടെങ്കിൽ പൂർത്തിയായ ദീനിൽ പ്രവാചകന്റെ ആവശ്യമിനിയില്ല. ഇനി ദീൻ പഠിപ്പിക്കാനുള്ള ആളെ ആവശ്യമില്ല. മിക്കവാറും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിലേക്ക് അടുക്കുന്നു എന്നാണ് ഇതിന്റെ സൂചന. അത് മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷേ ഇനി നിങ്ങളെ എനിക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പം ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചു. തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇനി നമ്മള് ഈ ബുദ്ധിയില്ലാത്ത കളികൾ ചൂടാ. നമ്മൾ ഇനിയും ജാഹിലിയത്തിന്റെ ആൾക്കാരായിക്കൂടാ. ജാഹിലിയത്ത് പോയി. മക്ക വിജയത്തോടുകൂടി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജാഹിലിയത്തിന്റെ ഓരോ തോന്നിവാസങ്ങളും ഞാൻ എന്റെ കാലിനടിയിൽ ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു. ജാഹിലിയത്ത് നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പറ്റുള്ളൂ. ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങൾക്ക് ഒരൊറ്റ റബ്ബേ ഉള്ളൂ. നിങ്ങളെ സൃഷ്ടിച്ച്, നിങ്ങളെ സംരക്ഷിച്ച്, നിങ്ങളെ പരിപാലിക്കുന്നത് ഒരൊറ്റ റബ്ബാണ്. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളെ പിതാവും ഒരാളാണ്, ആദം അലൈഹിസ്സലാം.
കുല്ലുക്കും ലിആദം, നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ്. വആദമു മിൻ തുറാബ്, ആദമാണെങ്കിൽ മണ്ണിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വെറും മണ്ണാണ്. ആ കാര്യം ആരും മറക്കണ്ട. മുമ്പിൽ ഖുറൈശികളുണ്ട്, നേതാക്കന്മാരുണ്ട്, വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, ചുവന്നവരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്, വിരൂപികളുണ്ട്. ഇതിന് ആരും ആയിക്കോട്ടെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങൾക്ക് ഒറ്റ റബ്ബ്. വഇന്ന അബാക്കും വാഹിദ്, ഒരൊറ്റ പിതാവിന്റെ മക്കള്. കുല്ലുക്കും ലിആദം, എല്ലാവരും ആദമിന്റെ മക്കൾ. വആദമു മിൻ തുറാബ്, ആദമു മണ്ണിൽ നിന്ന്, മക്കളായ നിങ്ങളും മണ്ണിൽ നിന്ന്. ഒരു ദിവസം മണ്ണിലേക്ക് മടങ്ങേണ്ടവർ. വലിയ കിബറും അഹങ്കാരവും നെഞ്ചുറപ്പൊന്നും വേണ്ട. സൂചന. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ലിഅറബിയ്യിൻ ഫദ്ലുൻ അലാ അഅജമിയ്യിൻ, അറബികൾക്ക് അനർബികളുടെ മേലും വലിയ പ്രത്യേകത ഒന്നുമില്ല. അറബിയാണ് എന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ശ്രേഷ്ഠത കൂടുതലൊന്നുമില്ല. മറ്റൊരു അറബിയല്ല, ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് ഓരോ താഴ്ചക്കെട്ടാനൊന്നും പറ്റൂല. ഇന്ന് നടക്കുന്നുണ്ട്. കറുത്തവന് വെളുത്തവനേക്കാളും ശ്രേഷ്ഠതയില്ല, വെളുത്തവന് കറുത്തവനേക്കാളും ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ഒരാളെ അളക്കേണ്ടത്, ഒരാളെ ഇസ്സത്ത് പറയേണ്ടത്, ഒരാൾക്ക് മേന്മ പറയേണ്ടത്, ഒരു കുടുംബത്തിനും തറവാട്ടിനും പേരും പെരുമയും ഉണ്ടാവേണ്ടത് ആ കുടുംബത്തിലെ തറവാട്ടിലെ ആളുകളുടെ തഖ്വയെ പരിഗണിച്ചിട്ടാണ്, നിറം പരിഗണിച്ചിട്ടല്ല. ആ വീട്ടിന്റെ മുറ്റത്തുള്ള വാഹനങ്ങളുടെ എണ്ണെടുത്തിട്ടല്ല, ആ വീട് എത്ര വലുതാൻ നോക്കിയിട്ടല്ല, ആ വീട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എത്ര സൗന്ദര്യമുണ്ട് നോക്കിയിട്ടും അല്ല. ഇല്ലാ ബിത്തഖ്വ, എത്ര തഖ്വയുണ്ട് നോക്കിയിട്ട് വേണം തറവാടിന്റെ ഇസ്സത്ത് തീരുമാനിക്കാൻ. ഇന്ന് തഖ്വ നോക്കലേ ഇല്ല. ഇന്ന് വലിയ തറവാടി, ഏറ്റവും വലിയ ദുനിയാവിന്റെ ആൾ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ, ആദ്യം അല്ലാഹുവിന്റെ റസൂല് എല്ലാരെയും ഒന്നാക്കി, നിങ്ങളെല്ലാവരും ഒരേപോലെ. ജവാമിഉൽ കലിമിൽപ്പെട്ട പ്രസംഗമാണ്, കുറച്ചേ ഉള്ളൂ. പക്ഷെ ഒരു 23 വർഷത്തെ അധ്യാപനം മുഴുവൻ ആ പ്രസംഗത്തിലുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒന്നാന്ന് മനസ്സിലായല്ലോ, തഖ്വ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മാന്യതയും മേന്മയും വരുള്ളൂ എന്നും മനസ്സിലായല്ലോ. എങ്കിൽ രണ്ടാമത്തെ കേട്ടോളിൻ. ഇന്ന ദിമാഅക്കും വഅഅറാദക്കും വഅംവാലക്കും ഹറാമുൻ അലൈക്കും ഇലാ അൻ തൽഖൗ റബ്ബക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. അതുകൊണ്ട് ജനങ്ങളെ, ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം, വഅഅറാദക്കും, നിങ്ങളുടെ അഭിമാനം, വഅംവാലക്കും, നിങ്ങളുടെ സ്വത്ത്, ഹറാമുൻ അലൈക്കും, അത് പവിത്രമാണ്. കഹുർമതി യൗമിക്കും ഹാദാ, ഈ അറഫ ദിവസത്തിന്റെ പവിത്രത പോലെ. ഫീ ശഹരിക്കും ഹാദാ, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ. ഫീ ബലദിക്കും ഹാദാ, ഈ നാടിന്റെ പവിത്രത പോലെ. നിങ്ങളിൽ ഓരോരുത്തരുടെയും സ്വത്തിനും അഭിമാനത്തിനും അതേപോലെ രക്തത്തിനും പവിത്രതയുണ്ട്. അത് സ്വന്തത്തിനു വേണ്ടി സൂക്ഷിക്കുന്ന പോലെ അന്യന്റെതും സൂക്ഷിച്ചു കൊള്ളണം. എന്ന് പറഞ്ഞാൽ ചതി പാടില്ല, വഞ്ചന പാടില്ല, കള്ളത്തരം പാടില്ല, അപഹരണം പാടില്ല, അടിച്ചെടുക്കല് പാടില്ല, ആളുകളെ കൊന്നിട്ട് കൈക്കലാക്കല് പാടില്ല, യതീമിന്റെ സ്വത്ത് അപഹരിക്കരുത്, പെൺമക്കളെ സ്വത്ത് അപഹരിക്കരുത്, അനാഥന്മാരുടെ സ്വത്തിനെ സ്വന്തമാക്കരുത്, ചതിയും വഞ്ചനയും കാണിച്ച് സമ്പാദിക്കരുത്. അതേപോലെ ഒരുത്തന്റെയും അഭിമാനത്തെ തൊട്ട് കളിക്കരുത്. പവിത്രമാണത്. എത്രത്തോളം പറഞ്ഞെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅൻ തുഹ്ദമൽ കഅബ ഹജറൻ ഹജറൻ, പരിശുദ്ധ കഅബാലയം ഓരോ കല്ലുകളായി തകർക്കപ്പെടുന്നത് അഹ്വനു ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്ത് ഏറ്റവും നിസ്സാരമായ സംഗതിയാണ്. മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം കൊണ്ട് കളിക്കുന്നതിനേക്കാൾ. കൊലപാതകം വിശദീകരിക്കേണ്ട കാര്യമില്ല.
മാത്രമല്ല അവന്റെ അഭിമാനം, നമ്മുടെ കയ്യിൽ ഒരു വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒരുത്തനെ തകർക്കാനും ഒരുത്തനെ ഇല്ലാതാക്കാനും വിചാരിച്ചാൽ ഇപ്പം വളരെ ഈസിയാണ്. ഒരു കഥ ഉണ്ടാക്കിയാൽ മതി, അതൊന്ന് ഷെയർ ചെയ്താൽ മതി, അത് ലോകത്തിന്റെ 4 ഭാഗത്തും എത്തും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി, കഅബനോട് പറയാണ്, ഇന്നകി അഹബ്ബുൽ ബിഖാഇ ഇലാ ഖൽബി, എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിൽ, ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നീയാണ്. വഇന്നക അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹ്, മാത്രമല്ല അല്ലാഹുവിനും ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീ തന്നെയാണ്. വലാകിൻ, പക്ഷേ മക്കയും കഅബയുമാണ് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടം, അല്ലാഹുവിന് ഇഷ്ടം. വലാകിൻ, പക്ഷേ ഹുർമത്തുൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ അഭിമാനം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ, ആണിന്റെ പെണ്ണിന്റെ ഇസ്സത്ത്, അവർക്ക് ജനങ്ങൾക്കിടയിലുള്ള മാനസികമായിട്ടുള്ള ഒരു മഖാം, ഒരു സ്ഥാനം, ബഹുമതി, ആദരവ്, അത് അഅ്ളമു മിൻക, നിന്നേക്കാളും വലുതാണ്. എന്നുവെച്ചാൽ പരിശുദ്ധ മക്കയെ, കഅബയെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ട്, എത്ര സംരക്ഷിക്കും നമ്മൾ, അതേപോലെ അന്യന്റെ അഭിമാനത്തെയും സംരക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം. എന്തുകൊണ്ടറിയോ? അത് അപഹരിക്കപ്പെട്ടാൽ, ആളുകളുടെ സ്വത്തിനോ ജീവനോ അഭിമാനത്തിനോ വില കൽപ്പിക്കാതെ വന്നാൽ ദുനിയാവിൽ ഫസാദുകൾ ഉണ്ടാവും. ഇന്ന് ആ ഫസാദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാനത ലഹു അമാനതുൻ ഫല്യുഅദ്ദിഹാ ഇലാ മൻ ഇതമനഹു അലൈഹാ, ആർക്കെങ്കിലും എന്തെങ്കിലും അമാനത്തുണ്ടെങ്കിൽ, ഇടപാടുകളുണ്ടെങ്കിൽ, പറഞ്ഞ ഇടപാടായിരിക്കും, കൊടുത്ത ഇടപാടായിരിക്കും, മറ്റെന്തെങ്കിലും ഇടപാടായിരിക്കും, അതിനെ പൂർത്തിയാക്കണം. എന്തുകൊണ്ടെന്നറിയോ? ഫഇന്നഹു ലാ യഹില്ലു മാലു അഖീഹി ഇല്ലാ ബിതീബിൻ മിൻ നഫ്സിഹി, അന്യന്റെ സ്വത്ത് നമുക്ക് അനുവദനീയമാകണമെങ്കിൽ അവൻ മനസ്സറിഞ്ഞ് തന്നതായിരിക്കണം, അല്ലാത്തത് അനുവദനീയമാവൂല. ബിതീബിൻ നഫ്സ്, അതെന്തു ആയിക്കോട്ടെ, കച്ചവടത്തിലോ മറ്റിടപാടുകളിലോ ഏതിലാണെങ്കിലും അത് എനിക്ക് ഉള്ളത് എൻ്റെ ഹക്കായി മാറാൻ, അതാരാണോ എനിക്ക് തന്നത്, ആരിൽ നിന്നാണോ ഞാൻ വാങ്ങിയത്, അവന്റെ പൂർണ്ണ മാനസിക സംതൃപ്തിയിൽ തരുന്നതായിരിക്കണം, അല്ലാത്തത് നിങ്ങൾക്ക് അനുവദനീയമല്ല. അതുകൊണ്ട് ഫലാ തർജിഉ ബഅദി കുഫാറാ, എനിക്ക് ശേഷം നിങ്ങൾ കുഫറിലേക്ക് തിരിച്ചു പോകരുത്. യദ്രിബു ബഅദുകും റിഖാബ ബഅദിൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകവും അടിയും അക്രമവും നടത്തി കുഫറിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത്. ഒന്നായി ജീവിക്കണം, പരസ്പരം ആദരിക്കണം, പരസ്പരം ബഹുമാനിക്കണം. നമ്മൾ സ്വന്തം നഫ്സിനെയും സ്വന്തം സ്വത്തിനെയും സ്വന്തം അഭിമാനത്തെയും എത്രത്തോളം നമ്മൾ സൂക്ഷിക്കുമോ അതേപോലെ അന്യന്തതും സൂക്ഷിക്കാനും സംരക്ഷിക്കാനും തയ്യാറാവണം. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നി ഖദ് തറക്തു ഫീകും, ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ തന്നിട്ട് പോവുകയാണ്. മാ ഇൻ തമസ്സക്തും ബിഹി ലൻ തദില്ലു ബഅദി അബദൻ, എനിക്ക് ശേഷം അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ പിഴച്ചു പോവില്ല. അതിലൊന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണ്, മറ്റൊന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ആളുകളെ ഒന്നാക്കി പരസ്പരം ഒറ്റ മനസ്സോടെ ജീവിക്കാനും കൽപ്പിച്ചു. ചതി, വഞ്ചന, അടി, പിടി, കൊലപാതകം, മോശത്തരങ്ങൾ, തെമ്മാടിത്തരങ്ങൾ ഇതൊന്നും പാടില്ലാന്ന് ഉപദേശിച്ചു. എന്നിട്ട് ഹിദായത്തിന്റെ വഴിയും പറഞ്ഞു തന്നു. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചോടിൻ, കാരണം അതിൽ പിടിക്കുന്നിടത്തോളം ലൻ തദില്ലു, നിങ്ങൾ പഴിച്ചു പോവില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിട്ടാൽ നിങ്ങൾ പിഴക്കും, ഒരു സംശയവുമില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനെ വിട്ടു, ഹദീസിനെ വിട്ടു, ആളുകൾ ദലാലത്തിലായി. ചില ആളുകളെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമോ, നല്ല ബുദ്ധിമാൻ, നല്ല ചിന്തകൻ, ഇയാൾ പറയുന്ന കാര്യം ശരിയാണല്ലോ എന്ന് തോന്നുന്ന വിധത്തിൽ നമുക്ക് ചില ആളുകളെ കാണാം. അല്ലെങ്കിൽ ശൈത്താൻ അങ്ങനെ തോന്നിപ്പിക്കും അവരുടെ വർത്തമാനങ്ങൾ. ഒരു കാര്യം അറിഞ്ഞോളിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ തന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ, വസുന്നത്തു റസൂലി, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്, ഇത് രണ്ടിനെയും മാറ്റിവെച്ച് ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ആര് എന്ത് എങ്ങനെ പറഞ്ഞാലും അത് ദ്വലാലത്താണ്, അത് വഴികേടാണ്. കാരണം ദീനുൽ ഇസ്ലാം ബുദ്ധിയുടെ മതമല്ല. അങ്ങനെ എല്ലാവരും പറയാ ഇസ്ലാം ബുദ്ധിയുടെ മതമാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളല്ല ഇസ്ലാമിലെ എല്ലാ കാര്യവും.
ഇസ്ലാമിന്റെ എല്ലാ കാര്യവും ലോജിക്ക് എന്നാ പറയാ. ലോജിക്ക് കിട്ടുന്നില്ല, കിട്ടൂല. ഇസ്ലാം എന്ന വാക്കിന് അർത്ഥം എന്താ അറിയോ? അൽ ഇസ്തിസ്ലാം, അർപ്പണമാണ്. എപ്പോഴാ അർപ്പിക്കല്? എല്ലാം അറിഞ്ഞ് കണ്ട് ബോധ്യപ്പെട്ട് ഓക്കെ അതിന് ശേഷം പിന്നെ അർപ്പിക്കൽ എന്ന് പറയില്ല, അർപ്പിച്ചേ പറ്റുള്ളൂ. അർപ്പിക്കൽ വെച്ചപ്പോഴാണ് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അതേ നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ കൽപ്പനയാണിത്. നിനക്ക് ചിലപ്പോ മനസ്സിലായിന്ന് വരൂല, തിരിഞ്ഞെന്ന് വരൂല. തിരിഞ്ഞാലും ഇല്ലെങ്കിലും അവന്റെ കൽപ്പനക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞേ പറ്റൂ. അതിന്റെ പേരാണ് ഇസ്ലാം. 100 ചോദ്യങ്ങൾ ചോദിച്ച് 100 ചോദ്യത്തിനും ഉത്തരം കിട്ടിയിട്ടേ ഞാൻ മുസ്ലിം ആവൂന്ന് തീരുമാനിച്ചാൽ ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ആവലുണ്ടാവില്ല. അതുകൊണ്ട് ആ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ മുഅ്മിനീങ്ങളുടെ വിശേഷണം പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവരാരാണ്? ഗൈബിൽ വിശ്വസിക്കുന്നവർ. വയുഖീമൂന സ്വലാ, പിന്നെ നിസ്കാരം. ആദ്യം ഇസ്തിസ്ലാം ചെയ്ത് വിശ്വസിക്കലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാ ഖുർആനും സുന്നത്തും ഞാൻ തരുന്നുണ്ട്, മുറുകെ പിടിച്ചോളിൻ, നിങ്ങൾ പിഴച്ചു പോവില്ല. അത് വിട്ടോ നിങ്ങൾ പിഴച്ചിരിക്കും. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയാൽ സ്വർഗ്ഗത്തിൽ നിങ്ങൾ പോവില്ല. ഒന്നുകൂടി മനസ്സിലായിക്കോളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. നിസ്കാരം ഉണ്ടാവും, തൗഹീദ് ഉണ്ടാവും, ഇത്തിബാ ഉണ്ടാവും, വലിയ താടി ഉണ്ടാവും, വലിയ നിസ്കാരത്തഴമ്പുണ്ടാവും, പക്ഷെ സ്വർഗത്തിൽ പോവില്ല. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗത്തിൽ പോവും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ. ഖാലു, സഹാബാക്കൾ ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാ സ്വർഗത്തിൽ പോവാണ്ടിരിക്കാൻ വേണ്ടി വിസമ്മതിക്കുക? സ്വർഗത്തിൽ പോവാനല്ലേ ആഗ്രഹിക്കുള്ളൂ. സഹാബത്തിൽ അത്ഭുത ആ വാക്ക് പറഞ്ഞപ്പോ ആരാ പോവാതിരിക്കാൻ ശ്രമിക്കുക യാ റസൂലല്ലാഹ്? ഖാല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, ആരെന്നെ അനുസരിച്ചുവോ ഓൻ സ്വർഗത്തിലാണ്. വമൻ അസാനി, എനിക്കാരെതിരിൽ നിന്നുവോ ഫഖദ് അബാ, അവനാണ് വിസമ്മതിച്ചവൻ, ഓൻ സ്വർഗത്തിലേക്ക് പോവില്ല. തൗഹീദ് ഉണ്ടാവും, പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം ശരിയാവാൻ ചാൻസ് ഇല്ലല്ലോ. CH മുസ്തഫ പറയുന്ന പോലെ, ഞാൻ മിമ്പറിന്റെ മുകളിൽ പറയുന്നില്ല, ക്ലാസ് സൂചിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇതെങ്ങനെ പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഓന്റെ ബുദ്ധി വെച്ചിട്ട് കറക്കുകയാണ്. അതെങ്ങനെയാ റസൂലുള്ള ആയിഷാനെ കല്യാണം കഴിക്കുക? അന്ന് അബൂ താലിബ് മരിച്ചൊരു സമയം, അതേപോലെ ഖദീജ മരിച്ച സമയം, ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലുള്ള സന്ദർഭം. ആ സമയത്തൊക്കെ ആരെങ്കിലും നിക്കാഹിനെ പറ്റി ചിന്തിക്കോ? എന്റെ പൊന്നു മുസ്തഫ, നീ മനസ്സിലാക്കിയ നിക്കാഹ് 3, 4, 5 ദിവസം കൊണ്ടാടുന്ന ആഘോഷമാണ്. ഇസ്ലാമിന്റെ നിക്കാഹ് അതല്ല. ഇസ്ലാമിന്റെ നിക്കാഹ് എന്താണെന്നറിയോ? പെണ്ണിന്റെ ഉപ്പ, 2 സാക്ഷി, പുതിയാപ്പിള, സവ്വൽതുക ബിൻതി ഫാത്തിമ, എന്റെ മോള് ഫാത്തിമ ഞങ്ങൾക്ക് കെട്ടിച്ചെന്നു. അപ്പൊ മറ്റാൾ പറഞ്ഞു, ഖബിൽതു മിൻക, ഞാൻ സ്വീകരിച്ചു, കല്യാണം കഴിഞ്ഞു. 2 സാക്ഷികളും ഓക്കെ നമ്മൾ സാക്ഷിയാണ്, തീർന്നു. അതിന് കാത്തിരിക്കാനൊന്നുമില്ല. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. മിമ്പറിന്റെ മുകളിൽ പറഞ്ഞാൽ ശരിയാവില്ല, ക്ലാസ്സിൽ സൂചിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദ് ഉള്ളതിനെ കൊണ്ട് മാത്രമൊന്നും രക്ഷപ്പെടൂല. വമൻ അസാനി വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ نوله ما تولى ونسله جهنم وساءت مصيرا. അർത്ഥം എന്താണെന്നറിയോ? ومن يشاقق الرسول, പ്രവാചകന് ആരെങ്കിലും എതിര് കാണിച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കൽപ്പനക്ക് എതിര് കാണിച്ചാൽ, റസൂലുള്ളാഹിന്റെ ഹദീസുകളോട് വിസമ്മതം കാണിച്ചാൽ, എന്നിട്ടവൻ പിൻപറ്റുകയും ചെയ്താൽ, ഗൈറ സബീലിൽ മുഅ്മിനീന, സഹാബാക്കളുടേതല്ലാത്ത ഒരു മാർഗത്തെ അവൻ ഫോളോ ചെയ്യുകയും ചെയ്താൽ. അപ്പൊ ഹദീസ് നോക്കും വേണം, പിന്നെന്തും വേണം. അത് സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയെന്നും പഠിക്കണം, എന്നിട്ട് അതിനനുസരിച്ച് ജീവിക്കണം.
നമുക്ക് അറബി ഭാഷ അറിയാം. ഒരു ഹദീസ് നമ്മൾ വായിച്ചു, അർത്ഥം മനസ്സിലായി, പോരാ. സഹാബത്ത് എങ്ങനെ അത് മനസ്സിലാക്കി, അവരെങ്ങനെ അമൽ ചെയ്തു എന്ന് നോക്കിയിട്ട് അതേപോലെ ചെയ്യണം. അതുകൊണ്ട് അല്ല ഇങ്ങനെ പറഞ്ഞു, സഹാബത്തിൻ്റെതല്ലാത്ത മാർഗം സ്വീകരിച്ചാൽ അവൻ പോയ വഴിക്ക് ഞാൻ അവനെ അങ്ങനെ തന്നെ വിട്ടുകളയും. നോക്കുന്ന ആൾക്കാർക്ക് എന്താ തോന്നുക, ശരി തന്നെ, ഉഷാറായിട്ട് പോകുന്നുണ്ട്, ആൾക്കാർ കൂടി വരുന്നുണ്ട്, മെമ്പർമാർ കൂടുന്നുണ്ട്, ക്ലാസ്സിൽ ഇപ്പം നിരന്തരം വരുന്നുണ്ട്, ഓക്കെ തന്നെ. നുവല്ലിഹി മാതവല്ല, അവൻ പോയ വഴിക്ക് ഞാൻ അവനെ തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, അവസാനം നാം അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ, നരകം വളരെ മോശമാണ് അല്ലാഹു പറഞ്ഞതാ. അതുകൊണ്ട് അവസാനത്തെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യം ഞാൻ തരുന്നുണ്ട്, അള്ളാന്റെ ഖുർആനും റസൂലുള്ളാന്റെ സുന്നത്തും മുറുകെ പിടിച്ചോളി, നിങ്ങൾ പിഴച്ചു പോകൂല. അതെ, പിന്നൊരു പ്രസംഗം നടന്നിട്ടില്ല. അവസാനത്തെ ഹജ്ജത്തുൽ വിദാ ആണ്, വിടവാങ്ങിയ ഹജ്ജും വിടവാങ്ങിയ പ്രസംഗവുമാണ്. സഹാബാക്കൾ കാത് കൂർപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണം അറഫ മൈതാനിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം തുടർന്നു. തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്ന കുല്ല ഷൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യ മൗദൂഉൻ തഹ്ത ഖദമി ഹാദ. നിങ്ങൾ ജാഹിലിയ്യത്തിൽ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും ഇതാ ഞാൻ ഇന്ന് എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഇനി ആ സ്വഭാവങ്ങളൊന്നും പറ്റൂല. അതിൽ രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. ഒരുപാടുണ്ട്, രണ്ടെണ്ണം അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു. അതിലൊന്ന് വഇന്ന റിബൽ ജാഹിലിയ്യതി മൗദൂഉൻ, ജാഹിലിയ്യ കാലത്ത് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പലിശ കച്ചവടം ഇതാ ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു പലിശയുമായി നിങ്ങൾക്ക് ബന്ധമില്ല. ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശ ഇതുവരെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നു തൊട്ട് ഇനി ആ പലിശ വാങ്ങരുത്. റഅ്സുൽ മാല് വാങ്ങാം, മൂലധനം, ക്യാപിറ്റൽ, അത് നിങ്ങൾ വാങ്ങിക്കോളേ. പലിശ ഇന്നത്തോടെ ഞാൻ ഇതാ കാൽ ചുവട്ടിലേക്ക് ഞാൻ മാറ്റിയിരിക്കുന്നു. ഇനി അതുമായി നിങ്ങൾക്കൊരു ബന്ധവും പാടില്ല. മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാൻ ആദ്യമായി തള്ളിക്കളയുന്ന പലിശ ആരാൻ്റെതല്ല, എൻ്റെ പൃഥ്വ്യൻ അബ്ബാസിന്റെ പലിശ ഞാനിതാ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കൊടും പലിശക്കാരനായിരുന്നു, കട്ട പലിശക്കാരൻ. ഈ ലക്ഷക്കണക്കിന് റിയാൽ, ദിനാറുകൾ, സ്വർണ്ണ നാണയങ്ങൾ ആളുകൾക്ക് കടം കൊടുത്ത് അതിന്റെ പലിശ വാങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ഒറ്റ ദിവസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കോടിക്കണക്കിന് വരുന്ന അബ്ബാസ് റളിയല്ലാഹുവിന്റെ പലിശ തന്റെ കാലിന്റെ അടിയിലേക്ക് മാറ്റി പറഞ്ഞു, എത്രയാണോ കൊടുത്തത് അത് മാത്രം വാങ്ങി കണക്ക് തീർത്തോളുക. സ്വന്തത്തിൽ നിന്നാ തുടങ്ങിയത്, പ്രസംഗിച്ചിട്ട് പോയതല്ല, സ്വന്തത്തിൽ നിന്ന് തുടങ്ങി. രണ്ടാമത് എടുത്തു പറഞ്ഞൊരു ജാഹിലിയ്യത്തിൽ ഇത് പകപോക്കുന്ന പരിപാടി ഉണ്ടാകാൻ പാടില്ല. മനസ്സിൽ പക വെച്ച് നിന്നിട്ട് അവസരം കിട്ടുമ്പം കൊല്ലുക, പകരം വീട്ട. എന്നിട്ട് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാണ്ടാക്കിയത് ഇന്ന അവ്വല ദമിൻ അദഉഹു ദമ ആമിർ ഇബ്നു റബീഅ ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരാളെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു അറബി ഗോത്രം കൊന്നു, അതിന് പകരം വീട്ടാൻ കാത്തു നിൽക്കുകയാണ്. അന്നത്തെ യുദ്ധ നിയമപ്രകാരമോ പറ്റുകയും ചെയ്യും. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, ഇനിയില്ല, പകരത്തിന് പകരുന്നുള്ള പരിപാടി ഇനിയില്ല. അതുകൊണ്ട് ഞാനിതാ എൻ്റെ കുടുംബത്തിൽപ്പെട്ട, എൻ്റെ ഉപ്പാപ്പന്റെ മക്കളിൽപ്പെട്ട ഒരാൾക്കുള്ള പകരം കൊലപാതകം ഞാനിതാ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ ജാഹിലിയ്യത്തിന്റെ വ്യഭിചാരം,
ജാഹിലിയത്തിലെ കല്യാണം, ജാഹിലിയത്തിലെ സ്വഭാവം, കള്ളുകുടി, ജാഹിലിയത്തിലെ തെമ്പാടിത്തരങ്ങൾ, ഇതെല്ലാം ഇന്നത്തോടുകൂടി എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് ഞാനിതാ മാറ്റിയിരിക്കുന്നു. നിങ്ങൾ പുതിയ മനുഷ്യന്മാരായിക്കൊള്ളണം. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇസ്ലാമിൻ്റെ അഖ്ലാഖാവണം, ജാഹിലിയത്തിൻ്റെ അഖ്ലാഖായിക്കൂടാ. ഷിർക്കില്, മദ്യപാനത്തില്, പെണ്ണുപിടുത്തത്തില്, തെമ്മാടിത്തരങ്ങളിൽ ഇന്നും മുസ്ലിം എന്ന് പറയുന്നവൻ വ്യാപൃതനാവുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൻ്റെ അടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ജാഹിലിയത്തിലാണ് അവൻ ഉള്ളത്. അതിന് പുറത്തു വന്നാലേ ഇസ്ലാമിൻ്റെ ആളായി മാറുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ലിനിസാഇക്കും അലൈക്കും ഹഖ്ഖ, നിങ്ങളുടെ പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് വലിയ കടപ്പാടുകളുണ്ട്. അത് വെറും ഭാര്യമാരല്ല. പെണ്ണുകൊണ്ട് ഉദ്ദേശിച്ചത് ഉമ്മ, പെങ്ങള്, ഭാര്യ, മകൾ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ള പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ഹക്കുണ്ട്. അവർ അബലകളാണ്. അവര് ആണുങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. സ്വയം ജീവിച്ചോളാമെന്ന് നാവുകൊണ്ട് പറയുമെങ്കിലും അവർക്കതിന് സാധിക്കൊന്നുമില്ല. പാവങ്ങളാണ്. നമ്മുടെ കാലിൽ നിന്നോളാം, നമ്മൾ ജീവിച്ച് കാണിച്ചു തരാം എന്നൊക്കെ ആരെങ്കിലും പ്രസംഗത്തിലോ മറ്റോ എഴുത്തിലോ ഒക്കെ പെണ്ണുങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും സാധിക്കുന്ന പരിപാടിയല്ല. അള്ളാന്റെ സൃഷ്ടിപ്പ് അങ്ങനെയല്ല. അവരിപ്പ ചുറുചുറുക്കിൽ പറയുന്നതാണ്. ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, ജോലിയുണ്ട്, നല്ല ശമ്പളം വരുന്നുണ്ട്, നല്ല നാവുണ്ട്, വർത്താനം പറയാൻ കഴിയും. വെറുതെ പറഞ്ഞു പോയതാ പാവങ്ങൾ. കുറച്ച് കഴിയും ആരോഗ്യം ക്ഷയിക്കും, പിന്നെ ജോലി ചെയ്യാൻ പറ്റാതെയാവും, പിന്നെ ആൾക്കാരോട് വർത്താനം പറയാനുള്ള ശൈലി കിട്ടാതെയാവും. അന്നൊരു തുണ വേണമായിരുന്നു, ഒന്ന് കൈപിടിക്കാൻ, ഒന്ന് തലോടാൻ, ഒന്ന് രണ്ട് വർത്തമാനം സന്തോഷത്തിൽ പറയാൻ എന്നാഗ്രഹിക്കും. പക്ഷെ തുണ്ടികളെ ആർക്കും ആവശ്യമുണ്ടാവില്ല. കളവികളെ ജീവിതത്തിന്റെ സൗന്ദര്യം, അസുലഭ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടവളെ പിന്നെ ആർക്കും ആവശ്യമുണ്ടാവില്ല. അന്ന് കരയും, കണ്ണീര് കൊണ്ടല്ല, ചോര കൊണ്ട്. ഇന്ന് പലരും കരയുന്നത് പോലെ കേരളത്തിലെ പല ആങ്കറുകള്, അതേപോലെ സീരിയൽ നടിമാര്, സിനിമാ നടിമാര് പലരും ഗോപ്യമായിട്ടാണെങ്കിലും പറഞ്ഞു തുടങ്ങി, എടുത്ത തീരുമാനം തെറ്റായി പോയി. ഇങ്ങനെ ഒരാൺതുണ വേണ്ട, ഞാൻ എൻ്റെ കാലിൽ ജീവിച്ച് കാണിച്ചോളാം എന്നെടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതേ, നിന്റെ സൃഷ്ടിച്ച റബ്ബിന്റെ തർത്തീബ് അങ്ങനെയാണ്. നിനക്കൊരാണിന്റെ കീഴിലെ ജീവിക്കാൻ സാധിക്കുള്ളൂ, അല്ലാണ്ട് പറ്റൂല. അങ്ങനെ ജീവിക്കുന്നവരോട് രഹസ്യമായി ചോദിച്ചു നോക്ക്, എങ്ങനെയാണ് ജീവിതം? അപ്പൊ സത്യം തുറന്നു പറയും. പുറമേ കാണിക്കൂല, കാരണം നാണക്കേടല്ലേ. അതുകൊണ്ട് ആണുങ്ങളെ, പെണ്ണുങ്ങളോട് കരുണ കാണിക്കുക, പാവങ്ങളാണ്, വിട്ടുവീഴ്ച ചെയ്യുക, നല്ല രീതിയിൽ ഇടപെടുക, അവരെ പ്രയാസപ്പെടുത്താതിരിക്കുക. അതിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ഭാര്യമാരോട്. ഏതോ ആളെ മക്കളാണ്, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ വന്നതാണ്. എന്നെ നോക്കിക്കോളും, എന്നെ സംരക്ഷിച്ചോളും, എനിക്കവിടെ സുരക്ഷിതത്വമുണ്ട്, അയാളുടെ കൂടെയാണെങ്കിൽ എനിക്ക് വേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല എന്ന് വിശ്വസിച്ച ആ പാപം വന്നതാണ്. അവളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. നിങ്ങളോട് അവൾക്ക് ഹക്കുള്ള പോലെ നിങ്ങൾക്കും അവളോട് ഹക്കുണ്ട്. അവൾക്ക് നിങ്ങളോടുള്ള ഹക്ക് എന്താണെന്നറിയോ? നിങ്ങൾ ഇഷ്ടപ്പെടാത്തവരെ വീട്ടിലേക്ക് കയറ്റാതിരിക്കലാണ്. പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ. ഇതാരാ? കസിൻ ബ്രദർ, ഇതോ കസിൻ സിസ്റ്റർ, ഇതോ അത് ഒരു ബന്ധത്തിലെ ഒരു ഫ്രണ്ട്. അങ്ങനെ പലരും പുറക്കേക്ക് കയറി വരുന്ന കാലാണിത്. പുറക്കേക്കല്ല, അടുക്കളയിലേക്ക്, അടുക്കളയിലുമല്ല, മാസ്റ്റർ ബെഡ്റൂമിലേക്ക്. ആരാ? ചങ്ങായി. വീട്ടിലേക്ക് അന്യുണ്ടാക്കി മീനും പൊരിച്ച് മക്കളെ സ്കൂളിൽ നിന്ന് വരാൻ കാത്തു നിൽക്കുന്ന പെണ്ണുങ്ങൾക്കും മൊബൈലില് ഫ്രണ്ട് ഉണ്ട്. വിളിക്കാനും വർത്താനം പറയാനും, ഇടക്കിടക്ക് ബീച്ചിൽ പോകാനും, ഇടക്കിടക്ക് മലന്റെ മുകളിൽ പോകാനും ഒക്കെ. വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ പുരക്കേക്ക് ആ ഫോൺ കോള് വരൂല, എന്റെ പുരക്കേക്ക് ആ മെസ്സേജ് വരൂല എന്നീ നിൽക്കുന്ന എനിക്കും തോന്നണ്ട, ഈ ഇരിക്കുന്ന ആർക്കും തോന്നണ്ട. ആരും സുരക്ഷിതമൊന്നുമല്ല. ഈ നിൽക്കുന്ന ഞാനോ നിങ്ങളോ മലക്കുകളും അല്ല, പരിശുദ്ധാത്മാക്കളും അല്ല. എപ്പോഴും എന്തും സംഭവിച്ചേക്കാവുന്ന മനുഷ്യന്മാരാണ്. ജാഗ്രത, വളരെ സൂക്ഷ്മത വേണം. സുല്ലാഹി പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്, നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അവൾ കയറ്റാൻ പാടില്ല. അതാ നിങ്ങളോടുള്ള അവളുടെ ഹക്ക്. അത് ചിലപ്പോൾ ആരായിരിക്കും? ഓളെ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും അടുത്ത ആളായിരിക്കും, ഭാര്യന്റെ ഏറ്റവും അടുത്ത ആളായിരിക്കും. നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇതാ നിന്റെ ആ ചക്കനുണ്ടല്ലോ, കസിൻ, നിന്റെ ഭാഷയെ പറഞ്ഞ കസിൻ ബ്രദർ, ഓൻ വന്നാൽ കയറ്റാൻ പാടില്ല. ആ ഭാര്യക്ക് നിർബന്ധമാണ് ഓനെ പിന്നെ പുറക്ക് കയറ്റിക്കൂടാ. പുറക്ക് കയറ്റിയാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
നീ അവളെ ഉപദേശിക്കണം, കടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തണം. എന്നിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ അടി കൊടുക്കണം. മുറിയാൻ പാടില്ല. അടിച്ചോ. ഇപ്പൊ അടിച്ചാൽ എന്താവുന്നല്ലോ എനിക്കറിയില്ല. പക്ഷെ ഇസ്ലാമിന്റെ നിയമം അതാണ്. ഗൈറു മുബർറഹ്, മുറിയരുത്. ശരീരത്ത് പാട് വരാൻ പാടില്ല. ഫുഖഹാക്കൾ ചർച്ച ചെയ്തു, മിസ്വാക്കില്ല അറാക്ക്, അതിനെ കൊണ്ടൊരു അടി കൊടുക്കുക. അല്ലെങ്കിൽ ഡ്രസ്സ് ചുരുട്ടി പിടിച്ചിട്ട് ഒരു കുത്തു കൊടുക്കുക. വേദന എടുക്കൂല. അടിച്ചെന്നുമായി ഭർത്താവിന്റെ വികാരം പ്രകടിപ്പിക്കാൻ. കാരണം ഈ പോക്കാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല എന്ന താക്കീതാണത്. ആ അടി അത് അവസാനാണ്. എന്നിട്ട് നേരെയാവുന്നില്ലെങ്കിൽ അംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സദ്ദിഹൂഹുന്ന ബിമഅറൂഫ്. ഒന്നുകിൽ നല്ലതൊക്കെ കൂടെ നിൽക്കുക, അല്ലെങ്കിലോ മഅസ്സലാമ. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുത്. ആണിന് ബുദ്ധിമുട്ട് വേണ്ട, പെണ്ണിന് ബുദ്ധിമുട്ട് വേണ്ട. ദീൻ, അതാണ് പ്രശ്നം, സ്വഭാവം. അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് ചില കടപ്പാടുകളുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ഹക്ക് ഇതാണ്. എന്നാൽ നിങ്ങൾക്ക് അവരോടുള്ളത് നിങ്ങൾ അവർക്ക് ഫഅലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. നല്ല ഭക്ഷണം കൊടുക്കുക, അവർക്ക് കൊടുക്കാൻ നല്ല വസ്ത്രം കൊടുക്കുക, അവർക്ക് താമസിക്കാൻ നല്ലൊരു പുരയുണ്ടാക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. വേറൊന്നും ഇങ്ങനെ ചെയ്യണ്ട. ഇനി ഇതെന്തുകൊണ്ടാണ് ഇത്തോടെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ്? ഇതൊക്കെ ആണുങ്ങളുടെ ജോലിയാണ്, ആണുങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാ അറിയോ? നിങ്ങൾ അവരുടെ ഗുഹ്യസ്ഥാനത്തെ ഹലാലാക്കിയത് അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ്. നിക്കാഹിലൂടെ ലിവിങ് ടുഗദർ ഈ പറയുന്നൊന്നും ബാധകല്ലാട്ടോ. ഇങ്ങനെ ചില ആൾക്കാർ പറയലുണ്ട്, എവിടെ ജീവിക്കുന്നത്, അത് നമ്മൾ ബാംഗ്ലൂർ ഫ്ലാറ്റിൽ കൂടെ, അത് എൻ്റെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു പെണ്ണിൻ്റെ പേരുണ്ട്, നമ്മളിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. കല്യാണം ഒന്നും വേണ്ടപ്പോൾ അതെല്ലാം പഴയ കാലമല്ലേ. അവൻ വ്യഭിചാരത്തിലാണ്, അവൻ തെമ്മാടിയാണ്, ഇവള് തെമ്മാടിച്ചിയാണ്, ഈ മൂരാച്ചികളാണ്. ഇതൊന്നും കുടുംബത്തിൽ കൊള്ളാൻ കിട്ടിയ ടീമല്ല. ഞാൻ ഈ പറയുന്നത് അള്ളാഹനെ സാക്ഷിയാക്കി പവിത്രമായ ബന്ധത്തിൽ ഏർപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട്, ഇസ്സത്തുള്ള കുടുംബമഹിമയും തറവാടിത്തമുള്ള ആൾക്കാരോട്, ദീനുള്ള ആൾക്കാരോട് നല്ല ഭക്ഷണം കൊടുക്കിൻ, അവർക്ക് കൊടുക്കാൻ നല്ല വസ്ത്രം കൊടുക്കിൻ, അവർക്ക് നല്ല സംരക്ഷണം കൊടുക്കിൻ. കാരണം അവർ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് അള്ളാന്റെ പേരിലാണ്. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പേ പെണ്ണുങ്ങളെ ആണുങ്ങളുടെ തലയിലെ കിരീടമാക്കി അണിയിച്ചിട്ടുണ്ട്. ഇപ്പം ചില അഞ്ഞാമുഞ്ഞകൾ കയറിയിട്ട് ഇസ്ലാം അങ്ങനെ ആക്കുന്ന, ഇസ്ലാം ഇങ്ങനെ. ഓന് ഇസ്ലാം അറിയോ? ഓന് ഇസ്ലാം പഠിച്ചിനോ? ആരോ വിമർശനം എഴുതിയ വരികൾ വായിച്ച്, ആരോ പ്രസംഗിച്ച 2 ഡയലോഗുകൾ കേട്ടിട്ടാ മൈക്കിന്റെ മുമ്പിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇസ്ലാമിനെ കൊച്ചാക്കുന്നത്? നോ. ഇസ്ലാമിലെ ഉമ്മ, ഇസ്ലാമിലെ പെങ്ങള്, ഇസ്ലാമിലെ ഭാര്യ, ഇസ്ലാമിലെ പൊന്നുമോള്, ഇതാണ് പെണ്ണ്. ഇതാണ് പെണ്ണ് ഇസ്ലാമിൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുത്തില്ലേ മുത്ത്, വിലപിടിപ്പുള്ള മരതങ്ങങ്ങൾ, അതിനേക്കാളും എനിക്കിഷ്ടം സാലിഹത്തായ പെണ്ണിനെയാണ്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചെന്ന്. അവസാനത്തെ പ്രസംഗത്തിൽ പെണ്ണുങ്ങളുടെ കാര്യത്തിലും കൂടി വസിയത്ത് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബാക്കളെ, നാളെ ആഖിറത്തിൽ എന്നെക്കുറിച്ച് റബ്ബ് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്ത് പറയും? ഇന്നക്കും തുസ്അലൂന അന്നി യൗമൽ ഖിയാമ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്ന പ്രവാചകൻ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചെന്നോ, നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നിനോ എന്ന് നിങ്ങളോട് ചോദിക്കും. ഫമാ അൻതും ഖായിലൂൻ. നിങ്ങൾ എന്താ എന്നെപ്പറ്റി പറയാൻ പോകുന്നത്? സഹാബാക്കൾ പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത. നമ്മൾ സാക്ഷ്യം പറയും നബിയെ, താങ്കൾ എത്തിച്ചു തന്നിട്ടുണ്ട്. വഅദ്ദൈത, പൂർണ്ണമായും എത്തിച്ചു തന്നിട്ടുണ്ട്. വനസഹത, അങ്ങ് നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട്, ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. കാരണം അതവരനുഭവിക്കാൻ. ജാഹിലിയ്യത്തിന്റെ ചെളിക്കുഴിയിൽ ജീവിച്ച അവരെ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിപ്പിച്ചു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ നെഞ്ച് നിറഞ്ഞു. ഈ മുസബ്ബഹ വിരൽ ആകാശത്തേക്ക് പോക്കി. അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹുവേ, നീ സാക്ഷിയാണ്. നീ നാളെ ആഖിറത്തിൽ എന്നെ ചോദ്യം ചെയ്യരുത്, എന്നെ പിടിക്കരുത്. ഇതാ എൻ്റെ 1.25 ലക്ഷം വരുന്ന സഹാബാക്കൾ എനിക്ക് സാക്ഷിയാണ്. നീ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അറഫ പൂർത്തിയാക്കി, ഹജ്ജ് പൂർത്തിയാക്കി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങി. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, മുഹറം മാസത്തിൽ സഫർ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ പനി പിടിച്ചു. രോഗം കലശമായി. സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ മുറ്റത്ത് സമ്മേളിച്ചു. പള്ളിയിലാണ്, പള്ളി വരാന്തയിലാണ്, പള്ളിന്റെ മുറ്റത്താണ്, ഈത്തപ്പഴമരത്തിന്റെ മുകളിലാണ്.
അവർക്കെല്ലാം ഒന്നെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ കാണണം, അല്ലെങ്കിൽ വിവരം അറിയണം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയുണ്ട്. ദിവസങ്ങൾ കൊഴിയുന്നു, ആൾക്കാർ കൂടിക്കൂടി വരുന്നു. റബീഉൽ അവ്വൽ മാസം വന്നു. റബീഉൽ അവ്വൽ 12-ാം തീയതി, കൃത്യമായ കണക്കാണ്. റബീഉൽ അവ്വൽ 12-ാം തീയതി, ഒരു തിങ്കളാഴ്ച, ഒരു ദുഹാന്റെ സമയം. ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിന്റെ കർട്ടൻ മാറ്റി പുറത്തു നിൽക്കുന്ന സഹാബാക്കളെ നോക്കിയിട്ട് പറഞ്ഞു, മാത റസൂലുള്ളാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു മതിലിന് ചാരി നിൽപ്പുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, ഉസ്മാൻ അങ്ങനെ തന്നെ താഴെ ഇരുന്നു, പിന്നെ ആരോടും മിണ്ടുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് സ്ഥലത്തില്ല, കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് വാളൂരി. ഉമർ പറഞ്ഞു, റസൂലുള്ളാഹി മരിച്ചിട്ടില്ല. ആരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തലവെട്ടി കൊന്നുകളയും. മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ എന്റെ റസൂല് പോയതാണ്, തിരിച്ചു വരും. ബോധം നഷ്ടപ്പെട്ട ഉമറുൽ ഖത്താബിന് അതായിരുന്നു അവരുടെ മുഹബ്ബത്തും കണക്ഷനും. നമുക്കെന്നതില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് പ്രസംഗിച്ചാലും എന്ത് കാണിച്ചാലും അവിടെ നമ്മൾ എത്തിയിട്ടില്ല. ഉമറിനെ പേടിച്ച് ആൾക്കാർ വിറക്കാൻ തുടങ്ങി. അതിന്റെ ഉള്ളിൽ നിന്ന് കരച്ചിലേക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരുടെ മോള് ഫാത്തിമാന്റെ കരയാൻ ആകെ ഒറ്റ മോളെ അന്ന് ബാക്കിയുള്ളൂ, ഫാത്തിമത്തു സുഹ്റാവും മാത്രം. ആ ഫാത്തിമയെ അനസിനോട് ചോദിച്ചത്, അനസേ എന്റെ ബാപ്പാനെ കബറടക്കിയല്ലേ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്ന് എന്റെ ഉപ്പാന്റെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടാൻ എന്ന് ചോദിച്ചിട്ട് കരഞ്ഞു ഫാത്തിമത്തു സുഹ്റ. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. റസൂലുള്ളാഹി തങ്ങൾ ആയിഷാന്റെ വീട്ടിലാണ് കിടക്കുന്നത്, ഒരു വെള്ള തുണിയും പൊതിച്ചിട്ട്. അത് മാറ്റി, ആ തുണിയിൽ ഒരു ലൈൻ ഉണ്ടായിരുന്നു എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്, പച്ച ലൈൻ മാറ്റി നെറ്റിയിൽ ചുംബിച്ചിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നല്ല നിലക്ക് ജീവിച്ചു, അങ്ങ് നല്ല നിലക്ക് മരിച്ചു. ഒരു മരണമേ അള്ളാഹു മനുഷ്യന് നിശ്ചയിച്ചിട്ടുള്ളൂ, ആ മരണം അങ്ങ് രുചിച്ചു കഴിഞ്ഞു. പുറത്തേക്ക് വന്നു. ഉമർ ഫാറൂഖ് അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു. ഉമർ ചെറിയ കുഞ്ഞിനെ പോലെ. ഏത് ഉമർ? ധീരശൂര പരാക്രമിയായ ഉമർ, ചെറിയ കുഞ്ഞിനെ പോലെ അബൂബക്കർ സിദ്ദീഖിന്റെ മുമ്പിൽ. അബൂബക്കർ, ഈ ആൾക്കാർ പറയുന്നത് കേട്ടോ, റസൂലുള്ളാഹി മരിച്ചുപോയി. അല്ലാഹു റസൂൽ മരിച്ചിട്ടില്ല, മൂസ പോയതുപോലെ പോയാൽ. അബൂബക്കർ പറഞ്ഞു, അലാ റിസ്ലിക യാ ഉമർ, ഉമർ നീ ഒന്ന് അടങ്ങി. റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. നിങ്ങൾ ആരെയും പിതാവൊന്നുമല്ല, പ്രവാചകൻ, അല്ലാഹുവിന്റെ റസൂലാണ്, അവസാനത്തെ നബിയാണ്. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രവാചകൻ മരിച്ചാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ജാഹിലിയ്യത്തിലേക്ക് തിരിച്ചു പോവോ എന്ന് ചോദിക്കുന്ന ആയത്ത് മോദിയിട്ട് പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുവോ ഫഇന്നഹു ഹയ്യുൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂത്ത്, അവൻ മരിക്കൂല. ഇതും പറഞ്ഞ് ഉമർ ഫത്താവ് പറഞ്ഞു, വാള് താഴെയിട്ടു. അബൂബക്കറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, ഈ ആയത്ത് ആദ്യമായിട്ട് ഇറങ്ങിയിട്ട് കേൾക്കുന്ന പോലെ തോന്നി അബൂബക്കറെ, ആദ്യമായിട്ട് കേട്ട പോലെ. അതായിരുന്നു അവരുടെ ബന്ധം. 3 ദിവസത്തിന് ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്ത് കബറടക്കി. അനസ് പറഞ്ഞു റളിയല്ലാഹു അൻഹു, മദീന പ്രകാശിച്ച ദിവസം ഏതാണെന്നറിയോ? മക്കത്ത് നിന്ന് റസൂലുള്ളാഹി ഓടി വന്ന ആ ദിവസം. പക്ഷെ മദീന ഇരുണ്ട് കറുത്തത് ഈ ദിവസമാണ്, ഈ റബീഉൽ അവ്വലിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞെന്തിനെന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഓർക്കും. മിമ്പറിന്റെ മുകളിൽ ഹജ്ജ് വരുമ്പം, അറഫ വരുമ്പം, അറഫയിലെ ഖുതുബ പറയുമ്പം, പെരുന്നാൾ വരുമ്പം, പൈസയിലല്ല കാര്യം, അല്ലാഹുവിന്റെ ഹബീബിനെ ജീവിതത്തിൽ പകർത്തണം. കഴിവിന്റെ പരമാവധി ഞാനും എൻ്റെ ഭാര്യമാരും എൻ്റെ മക്കളും എൻ്റെ വീടും എൻ്റെ കച്ചവടം എൻ്റെ വർത്താനം എൻ്റെ സ്വഭാവം എൻ്റെ വേഷം എൻ്റെ മക്കളെ വേഷം റസൂലുള്ളാഹിയെ പോലെയാവണം. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാളാണ്. നമ്മളെ പള്ളിയിൽ 6:45 പെരുന്നാൾ നിസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് സുന്നത്ത്. എത്രയും പെട്ടെന്ന് നിസ്കാരവും ഖുതുബയും കഴിഞ്ഞ് ആളുകൾക്ക് ബലികർമ്മം നടത്താനുണ്ടാവും, അങ്ങോട്ട് പോകണം.
ബലിപെരുന്നാൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കാനും തിന്നാനും കുടിക്കാനും നമ്മളോട് ആവശ്യപ്പെട്ട പെരുന്നാളിൻ്റെ ദിവസം. ഇൻഷാ അല്ലാഹ് 6:45 എത്രയും വേഗത്തിൽ തന്നെ വരാൻ പറ്റിയാൽ അത്രത്തോളം നേരത്തെ പള്ളിയിലേക്ക് വരിൻ. തക്ബീറുകൾ വർദ്ധിപ്പിച്ചോളിൻ, തഹ്ലീലുകൾ വർദ്ധിപ്പിച്ചോളിൻ. നാളെയും കൂടി കഴിഞ്ഞാൽ ഹദീസിൽ ഇത്രത്തോളം പറയപ്പെട്ട 10 ദിവസം അവസാനിക്കും. നേടിയവർ നേടി, നഷ്ടപ്പെടുത്തിയവർ നഷ്ടപ്പെടുത്തി. അടുത്ത 2026 ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ആയുസ് ബാക്കിയുണ്ടെങ്കിൽ ഇനിയും ചാൻസ് ഉണ്ട്. ഇല്ലേ? ഇനിയില്ല. അള്ളാഹു ചെയ്തവരുടെ അമൽ ഖബൂൽ ചെയ്യട്ടെ. അബദ്ധങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും ആഗ്രഹിച്ച് കഴിവിൻ്റെ പരമാവധി ദുനിയാവിൽ നന്മകളെ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തുകളെ അറിയാൻ, ആ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്താൻ, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. സഹാബാക്കളുടെ, താബഈങ്ങളുടെ, നമ്മളുടെ മുൻഗാമികളുടെ ആ പരിശുദ്ധമായ മൻഹജിൽ ഉറച്ചു നിന്ന് ഒരിക്കലും ഈമാനും തഖ്വയും നഷ്ടപ്പെടാതെ അള്ളാഹു അത് തിരിച്ചെടുക്കാതെ മുഅ്മിനുകളായി ജീവിച്ച് മുഅ്മിനുകളായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. കടബാധ്യതയുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു നല്ല മക്കളെ കൊടുക്കട്ടെ. തന്ന മക്കളെ അള്ളാഹു സ്വലാഹിയത്തുള്ള ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി തരട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.